വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്സസ് ഓഫ് ബ്രൈറ്റ് അക്കാദമി. നമ്മൾ +2 ഫിസിക്സിലെ ഫസ്റ്റ് ലെസനായ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജിൽ പാർട്ട് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ഡൈപോൾ ഇതൊക്കെയാണ് പറഞ്ഞത് അല്ലേ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് ഡൈപോൾ മൊമെൻറ്റിലൂടെയാണ്. ഡൈപോൾ മൊമെൻറ്റ് പി എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a അല്ലേ. ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോൾ. ആക്സിയൽ ലൈനിനെ നമ്മൾ എൻഡ് ഓൺ പൊസിഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട്. അപ്പോൾ എൻഡ് ഓൺ പൊസിഷൻ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി എൻഡ് ഓൺ പൊസിഷൻ ഓഫ് ദി ഡൈപോൾ ഓർ ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. ചെറിയൊരു സിമ്പിൾ ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഡൈപോളിനെ കൺസിഡർ ചെയ്യാം. -q and +q separated by a distance 2a. O is the center of dipole. O എന്താണ്? സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് a ഡിസ്റ്റൻസ്, ബിയിലേക്ക് എത്ര തന്നെ? a തന്നെ. അപ്പോൾ a എന്ന് വരുന്ന പോയിന്റിൽ ഒരു -q, b എന്ന് വരുന്ന പോയിന്റിൽ ഒരു +q ചാർജ് ഉണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 2a. ഇനി നമ്മൾ ഇതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തായിരുന്നു? സെയിം ലൈൻ തന്നെയാണ് എന്ത്? ആക്സിയൽ ലൈൻ. അപ്പോൾ ഈ ആക്സിയൽ ലൈനിൽ ഒരു പി എന്ന് പറയുന്ന പോയിന്റ്, കൺസിഡർ എ പോയിന്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം സെൻറ്റർ ഓഫ് ദി ഡൈപോൾ. അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി സെൻറ്റർ ഓഫ് ഡൈപോൾ. ആർ ഫ്രം ദി സെൻറ്റർ ഓഫ് ഡൈപോൾ. അപ്പോൾ ഇവിടെ -q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പിയിലുള്ളതിന് നമ്മൾ EA എന്നും +q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന് EB എന്നുമാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മൈനസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ചാർജിലേക്കാണ്. പ്ലസ് ചാർജ് ആണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ചാർജിൽ നിന്നും അകലേക്കാണ്. അപ്പം EA നമ്മൾ എങ്ങോട്ട് കാണിക്കണം? -qൻ്റെ അടുത്തേക്ക് EA. EBയോ +qയിൽ നിന്നും അകലേക്ക്. അപ്പോൾ ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? പി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രകാരം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് കാണുക? രണ്ടിൻ്റെയും സമ്മാണ്. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഡയഗ്രാം വരച്ചു. ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആ ഡയഗ്രത്തിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എപ്പോഴും എഴുതണം. ഒരു ഡെറിവേഷൻ എഴുതുമ്പോൾ ചെറുതായിട്ട് സിമ്പിൾ വേർഡ്സിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ എന്താ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്? A dipole of dipole moment P equal to Q into 2a. Let P be a point on the axial line where electric field is to be determined at a distance r from center O. At a distance r from center of the dipole. ഇത്രയും കാര്യം എഴുതാം. ഇനി നമുക്ക് ഡെറിവേഷനിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q. അത് നമ്മൾ എന്താ എഴുതിയത്? EA. അതെങ്ങനെയാണ് എഴുതുക? അക്കോർഡിംഗ് ടു നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, EA ഈക്വൽ ടു -qൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ -q/4πε0 എവിടെ നിന്ന് എവിടെ വരെ? A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ്. A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസിന് എന്താ? A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് A + R അല്ലേ. A മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് AO + OP. അപ്പോൾ എത്ര വരും? A + R. അപ്പോൾ ε0 A + R ഹോൾ സ്ക്വയർ ഇതല്ലേ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -+q. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q EB. EB എന്താ വരും? +q/4πε0. എവിടെ നിന്ന് അങ്ങോട്ട്? ബിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. O മുതൽ P വരെ R ആണ്. O മുതൽ B വരെ A ആണ്. അപ്പം B to P എന്താ വരിക? R - A. ക്ലിയർ ആണല്ലോ? R - A ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് സ്ഥലത്തും രണ്ട് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P. പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, according to superposition principle, E equal to EA plus EB. So നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? Q/4πε0 രണ്ടിലും കോമൺ അല്ലേ. അപ്പോൾ അതിനെ പുറത്തെടുത്തു. Q/4
4 pi epsilon 0 പ്ലസ് ടേമിന് ആദ്യം എഴുതുക. പ്ലസ് ടേമിന് ആദ്യം എഴുതുമ്പം 1 by r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ടേം സെക്കൻഡായിട്ട് എഴുതുമ്പം മൈനസ് 1 by r പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇനി സിമ്പിൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 pi epsilon 0 അല്ലേ? ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമ്മൾ LCM മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? r പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് r മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എ മൈനസ് ബിൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? r സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് r സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ. ഇനി ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ എന്താവും? അപ്പോൾ അതിന് എക്സ്പാൻഡ് എഴുതി കഴിഞ്ഞാൽ ക്യൂ ബൈ 4 pi epsilon 0 r square plus 2ar plus a square minus r square minus 2ar plus a square r square minus a square whole square. ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ r സ്ക്വയർ മൈനസ് r സ്ക്വയർ ക്യാൻസലായി 2ar പ്ലസ് 2ar അത് 4ar ഉണ്ടാവും. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അതും ക്യാൻസൽ ആവും. അപ്പോൾ ഒരു ടേം മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അതായിരിക്കും ക്യൂ ഇൻറ്റു 2ar രണ്ട് തവണ ഉണ്ട് അല്ലേ? ഇൻറ്റു 2 അതായത് 4arനെ ഞാൻ 2ar ഇൻറ്റു 2 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇപ്പം നമ്മളെന്താ ഇവിടെ നോക്കി നോക്കി നമ്മൾ പറഞ്ഞു ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ എഴുതിയ ടേമിൽ നോക്കിയേ ക്യൂ ഉണ്ട് 2aയും ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2pr അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? അപ്പം 2pr ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ? നമ്മൾ പറഞ്ഞു ഡൈപോളിൻ്റെ ലെങ്ത്ത് വെരി സ്മോൾ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തതിനാണ് നമ്മൾ ഡൈപോൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈപോൾ ലെങ്ത്തിൻ്റെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പിന്നെയും അത് എന്തായി തുടങ്ങും? ചെറുതായി തുടങ്ങും. അപ്പം നമുക്ക് എനെ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എ വെരി വെരി സ്മോൾ ആണെങ്കിൽ കമ്പയർഡ് ടു ആർ എ ഈസ് വെരി വെരി സ്മോൾ അല്ലെങ്കിൽ ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 2pr divided by 4 pi epsilon 0 r square whole square അല്ലേ? അപ്പോൾ എ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? r⁴ ഈ ആറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 2p ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r⁵. The direction is along the axial line from minus q to പ്ലസ് ക്യൂ. അപ്പോൾ അലോങ് ദി ഡൈപോൾ ലെങ്ത്തിൻ്റെ അതേ ഡയറക്ഷനിൽ ഡൈപോളിൻ്റെ അലോങ് തന്നെയായിരിക്കും എന്ത് ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ r ക്യാപ്പ് ആണെങ്കിൽ ആറിൻ്റെ വെക്ടർ ആറിൻ്റെ നമ്മൾ r ക്യാപ്പ് അതിൻ്റെ ഡയറക്ഷനും കൂടെ സൂചിപ്പിക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ ഈസ് ഈക്വൽ ടു 2p by 4 pi epsilon 0 r⁵. ദാറ്റ് മീൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r⁵. ഇൻ ദ കേസ് ഓഫ് ഡൈപോളിൻ്റെ കേസിൽ ഈ പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1 by r⁵ ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു 2p by 4 pi epsilon 0 r⁵. ഇതാണ് ഫസ്റ്റ് ഡെറിവേഷൻ. സിമ്പിളാണ്. ഒന്ന് പേപ്പർ എടുത്ത് എഴുതി ചെയ്ത് നോക്കണം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ഓരോന്നും എഴുതുക. ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക?
അതിൽ ചെറുതാക്കുക. പിന്നെ ഒരു കണ്ടീഷൻ, ഡൈപോളിൻ്റെ ലെങ്ത് എന്താണ്, നമ്മളെടുക്കുന്ന ലെങ്ത്തിനേക്കാൾ വളരെ ചെറുതായതിനാൽ A² നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? E = 2p/4πε0 r². ഇതാണ് എൻഡ് ഓൺ പൊസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ എന്ന് പറയും. ഇനി നമുക്ക് അടുത്തത് ഒരു ഡെറിവേഷൻ തന്നെയാണ് പറയാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയലിന് മറ്റൊരു പേരാണ് ബ്രോഡ് പൊസിഷൻ. നമ്മൾ പറയാം ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു ഡൈപോൾ ഉണ്ട്, -q + q ചാർജ് A എന്ന് പറയുന്ന പോയിന്റിൽ B എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഡിസ്റ്റൻസ് 3, ഡൈപോൾ ലെങ്ത് 2a, സെൻറ്റർ O. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ആൻഡ് പെർപെൻഡിക്കുലർ. So let P be this point at a distance r from the center of dipole. ഇനി -qൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? അല്ലേ, ഇങ്ങനെയൊന്നും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യില്ല. നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -qൻ്റെ അടുത്തേക്കാണ്. അതിന് EA എന്ന് എഴുതും. + q പിയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ക്യൂവിൽ നിന്നും എവേ ആണ്. അപ്പോൾ EB. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡയറക്ഷനിലാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? റെക്ടാങ്കുലർ കമ്പോണൻറ്റ് ഉപയോഗിച്ച് റിസോൾവ് ചെയ്യും. അപ്പോൾ റിസോൾവ് ചെയ്യുമ്പം സൈൻ കമ്പോണൻറ്റും കോസ് കമ്പോണൻ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത്, അല്ലേ, റെസൊല്യൂഷൻ. അപ്പോൾ EA cos θ ആൻഡ് EB cos θ കോസ് കമ്പോണൻ്റ് എഴുതി കഴിഞ്ഞു. ഇനി ഇതേപോലെ ഇതിൻ്റെ സൈൻ കമ്പോണൻറ്റ് എവേ ആയിട്ടുള്ളത് ആരാണ്? + qൻ്റെ അല്ലേ. അപ്പോൾ EA sin θ മുകളിലേക്ക് ഇവിടെ താഴേക്ക് എന്തുണ്ടാവും? EB sin θ. EB sin θ. അപ്പോൾ ഇവിടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. EA sin θയും EB sin θയും ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചിത്രത്തെക്കുറിച്ച് നമ്മൾ എന്ത് എഴുതണം? കൺസിഡർ എ ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് P = 2q × 2a. P = q × 2a. അപ്പോൾ ഡൈപോൾ കൺസിഡർ ചെയ്തു. ആൻഡ് RB a ഡിസ്റ്റൻസ് ടു ദ P പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ഡൈപോൾ. ഡൈപോളിന് പെർപെൻഡിക്കുലർ ആയിട്ടും സെൻറ്ററിലൂടെ പോകുന്നതുമായ ലൈനാണ് അത് ഇക്വറ്റോറിയൽ ലൈൻ. ആ ഇക്വറ്റോറിയൽ ലൈനിൽ 6 ഡിസ്റ്റൻസിലാണ് ആരുള്ളത്? P ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമ്മൾ എന്ത് എഴുതുക? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q. എന്താ എഴുതുക? -q എങ്ങനെ വരിക? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q = -q / 4πε0. ഇവിടെ നമ്മൾ AP എന്ന് പറയുന്നത് ഇവിടെ ഞാൻ R1 എന്ന് എഴുതി, ഇത് R2 എന്ന് എഴുതി. ഡിസ്റ്റൻസ് രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് നമുക്ക് നോട്ടേഷൻ മാറ്റി എഴുതി. R1 AP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R1ഉം BP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? R2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? R1² എന്ന് എഴുതും, അല്ലേ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q / 4πε0 R2². ഇവിടെ നമ്മൾ പറഞ്ഞു O എന്ന് പറയുന്നത് സെൻറ്ററാണ്. ഡൈപോളിൻ്റെ പകുതി എത്രയാ? A. ഡൈപോൾ ലെങ്ത്തിൻ്റെ പകുതി A അല്ലേ. ഫ്രം ഫിഗർ വാട്ട് ഇസ് R1? R1 = R1ൻ്റെ സ്ക്വയർ എന്താ വരിക? A² + പൈതഗോറസ് തിയറം പ്രകാരം A² + R². R2 A² + R² തന്നെ. ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. അതായത് R1ഉം R2ൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്താ കിട്ടുക? സെയിം ആണ് പൈതഗോറസ് തിയറം പ്രകാരം. അപ്പോൾ നമുക്ക് R1നെ R2ന് ഈക്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? A² + R² ½ റൂട്ടിന് നമ്മൾ ½ എന്ന് എഴുതാം, റൂട്ട് ഇട്ട് എഴുതാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ R1 = R2 = A² + R² അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ E - qൻ്റെയും E + qൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? ഈ -qനെ നമ്മൾ EA എന്നല്ല എഴുതിയിരുന്നത്, സോറി, EA. ഇതിനെ EB എന്ന് എഴുതാം. അപ്പോൾ EA മാഗ്നിറ്റ്യൂഡ് ഓഫ് EA = മാഗ്നിറ്റ്യൂഡ് ഓഫ് EB.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഈ റെസൊല്യൂഷനിൽ നമ്മൾ പറഞ്ഞു സൈൻ തീറ്റയും കോസ് തീറ്റയും രണ്ട് കമ്പോണൻ്റ് ഓരോന്നിനും ഉണ്ട്. അപ്പോൾ സൈൻ രണ്ടും എന്താണ്? ഈക്വലൻ്റ് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇ എക്കും കോസ് തീറ്റയും സൈൻ തീറ്റയും ഉണ്ട്, ഇ ബിക്കും കോസ് തീറ്റയും സൈൻ തീറ്റയും ഉണ്ട്. അപ്പോൾ ഇതിൽ സൈൻ കമ്പോണൻ്റ് രണ്ടും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയതിനാൽ അതെന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പോണൻ്റ് ഏത് മാത്രമാണ്? കോസ് കമ്പോണൻ്റാണ്. അത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇതിന് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 2EA അല്ലെങ്കിൽ 2EB ഏതെങ്കിലും ഒന്നിൻ്റെ ടേംസിൽ എഴുതിയാൽ മതി. ഇ ഈക്വൽ ടു 2EA കോസ് തീറ്റ അല്ലെങ്കിൽ 2EB കോസ് തീറ്റ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി ഇ എ നമ്മുടെ കയ്യിലുണ്ട്, മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി വാട്ട് ഈസ് തീറ്റ ഫ്രം ഡയഗ്രാം? തീറ്റ ഹിയർ ഈസ് തീറ്റ. ഇപ്പോൾ കോസ് തീറ്റ എന്താ വരിക? അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഫ്രം ഫിഗർ വാട്ട് ഇസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ R1 അല്ലെങ്കിൽ എ ബൈ R2 അല്ലേ? രണ്ട് ടേംസിൽ നമുക്ക് എഴുതാമല്ലോ. R1 ആയാലും R2 ആയാലും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ ബൈ R1 അല്ലെങ്കിൽ എ ബൈ R2 എന്ന് എഴുതാം. R1 എന്താ R2 എന്ന് എഴുതാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. R1 R2 ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? അതിൽ ഇ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോസ് തീറ്റയ്ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു ക്യൂ ബൈ സൈൻ എടുക്കണ്ട, മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 4πε0. R1 പകരം എന്താ എഴുതുക? എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി കോസ് തീറ്റയ്ക്ക് പകരമോ? കോസ് തീറ്റയ്ക്ക് പകരം എ ബൈ R1. R1 എന്ന് പറഞ്ഞാൽ എന്താ? R1 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു ഹാഫ് അല്ലേ? മുകളിലുള്ള ടേമിനെ നോക്കിയേ, പരിചയമില്ലേ? 2A പിന്നെ Q. അയാളാരാ? P. 2A ഇൻറ്റു Q എന്ന് പറഞ്ഞ ആളാരാണ്? P. അപ്പോൾ ഈ ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ 4πε0 എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. 1 സ്ക്വയർ ആണെന്ത്? എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 റേസ് ടു 1ഉം ഇവിടെ ഒരു ഹാഫും, റേസ് ടു 1ഉം ഒരു ഹാഫും ആണ്. അപ്പം 1ഉം ഹാഫ് എത്ര വരും? 1ഉം ഹാഫും 3/2 അല്ലേ? 3/2 P ബൈ 4πε0 എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എ എന്ന് പറയുന്നത് വെരി സ്മോൾ ആണെങ്കിൽ, എ ഈസ് വെരി വെരി സ്മോൾ, അപ്പോൾ ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? ഇ ഈസ് ഈക്വൽ ടു പി ബൈ 4πε0. എ സ്ക്വയർ ഒഴിവാവുമല്ലോ. എ സ്ക്വയർ ഒഴിവായി കഴിഞ്ഞാൽ ആർ ക്യൂബ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ ഇസ് P by 4πε0 R cube. P by 4πε0 R cube. നേരത്തെ കിട്ടിയത് ഇവിടെ നോക്കുക. ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിന് പാരലലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ. പാരലലാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എവിടെ? ഇക്വറ്റോറിയൽ ലൈനിൽ. ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി ഡൈപോളിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആർ ഓപ്പോസിറ്റ്. സോ E ഈക്വൽ ടു -P ബൈ 4πε0 R ക്യൂബ്. ഇനി വേറൊരു പ്രത്യേകത എന്താ? ആക്സിയൽ ലൈനിൽ ഇവിടെ ഒരു ടേം എന്തായിരുന്നു? 2 ഇല്ലായിരുന്നോ? അപ്പം ആക്സിയൽ ലൈനിലുള്ളതിൻ്റെ പകുതിയെ എവിടെയുള്ളൂ? ഇക്വറ്റോറിയൽ ലൈനിലുള്ളൂ. അപ്പോൾ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ദ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ഇക്വറ്റോറിയൽ ലൈൻ. ശരിയല്ലേ? ഇവിടെ E ഈസ് ഈക്വൽ ടു 2P ബൈ 4πε0 R ക്യൂബാണ്. ഇവിടെ ആക്സിയൽ ലൈനിൽ ഇക്വറ്റോറിയൽ എത്രയേ ഉള്ളൂ? P ബൈ 4πε0 R ക്യൂബാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്കിപ്പോൾ ഇങ്ങനെ ഡെറിവേഷൻ ഒന്നും ഇല്ലാതെ വെറുതെ ഒരു പ്രോബ്ലം പാർട്ടിലൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് ജനറൽ എക്സ്പ്രഷൻ അങ്ങ് പഠിച്ചു വെക്കുക. അറ്റ് എനി പോയിന്റ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ E ഈസ് ഈക്വൽ ടു 1 ബൈ 4πε0 P ഇൻറ്റു റൂട്ട് P പുറത്താണ് 3 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ ആർ ക്യൂബ്
ഇതാണ് ജനറൽ ഫോം. ഏറ്റവും ഈ പോയിന്റിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഫോർ ഡൈപോൾ കാണുമ്പോൾ E = 1/4πε0 P × √3 cos square θ + 1/r³. അപ്പം ഇതിൽ ആക്സിയൽ ലൈനിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ θ = 0 ആണ്. θ 0 ആകുമ്പോൾ ഈ എന്ത് വരും? 1 ആക്സിയൽ ലൈനിൽ θ 0 1/4πε0 P ഇവിടെ ഉണ്ട്. കോസ് തീറ്റ എത്രയാ? 1. അപ്പോൾ 3 + 1 4/r³ അല്ലേ? √4 എത്രയാ? 2. അപ്പോൾ 2p/4πε0 എത്ര വരും? 2p/4πε0 r³. ഇതന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ അല്ലേ? ഇക്വറ്റോറിയൽ ലൈൻ ആകുമ്പോൾ തീറ്റ എത്രയാണ്? 90. തീറ്റ 90 ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇക്വറ്റോറിയൽ ലൈനിൽ തീറ്റ 90 ആണ്. അപ്പോൾ E = 1/4πε0 cos 90 0 ആണ്. cos 90 0 ആയതിനാൽ ആ 3 cos square θ ഇല്ലല്ലോ, 1/r³ അല്ലേ ഉള്ളൂ. അപ്പോൾ 1/r³ P അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ? P/4πε0 r³. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ആംഗിളിലൊക്കെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇക്വറ്റോറിയലോ ആക്സിയൽ ലൈനോ എന്നൊന്നും പറയാതെ ഒരു ആംഗിൾ തന്നിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി ഡൈപോൾ കാണാൻ പറയുന്നതെങ്കിൽ നമുക്ക് ഈ ജനറൽ എക്സ്പ്രഷൻ എടുക്കാം. 1/4πε0 P × √3 cos square θ + 1/r³. അവിടെ അതിൽ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് ഡെറിവേഷനും ചെയ്ത് നോക്കി പഠിക്കുക. ഒരു പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചാൽ പോരാ, 2-3 തവണ എഴുതിയിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനെ കുറിച്ചാണ്. അതായത് ഡൈപോളിന് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോൾ. ഇപ്പോൾ യൂണിഫോം ഫീൽഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഡൈപോൾ ഇൻ യൂണിഫോം ഫീൽഡ്. യൂണിഫോം ഫീൽഡ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞേ? പാരലൽ സ്ട്രേറ്റ് ലൈൻസ് അല്ലേ? അപ്പോൾ പാരലൽ സ്ട്രേറ്റ് ലൈൻസ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ പാരലൽ സ്ട്രേറ്റ് ലൈൻസിൽ നമ്മളൊരു ആരെ കൊണ്ടുവയ്ക്കുന്നു? ഡൈപോളിനെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഡൈപോളിനെ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡൈപോൾ അതിൽ ഒരു ആംഗിള് ഫോം ചെയ്തിട്ട് നിൽക്കും. അതായത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് അത് എന്ത് ചെയ്യുക? അലൈൻ ചെയ്യുക. അപ്പം ഒരു ഡൈപോളിൽ നമ്മൾ വെച്ചു, അത് തീറ്റ ആംഗിളിൽ അലൈൻ ചെയ്തു. -q + q ഇതാണ് നമ്മുടെ ഡൈപോൾ. അതിൻ്റെ ലെങ്ത് എത്രയാ? 2a. അപ്പോൾ ഇങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ചില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ചാർജ് ഫോഴ്സ് ആണ് അല്ലേ? ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E = എന്തായിരുന്നു? F/q ആയിരുന്നില്ലേ? അപ്പം F = EQ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ് വരിക? -q × E അല്ലേ? ഇവിടുത്തെ ഫോഴ്സോ +QE. അപ്പോൾ രണ്ട് ഈക്വലൻ്റ് ആൻറ്റി പാരലൽ ഫോഴ്സുകളാണ്. രണ്ട് ഈക്വലൻ്റ് ആൻറ്റി പാരലൽ ഫോഴ്സുകൾ ഈക്വലാണ്, ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷേ ലൈൻ ഓഫ് ആക്ഷൻ വ്യത്യാസമുണ്ട്. ലൈൻ ഓഫ് ആക്ഷൻ വ്യത്യാസമുള്ളത് കൊണ്ട് ഇതിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതായത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ഇതൊരു കപ്പിളായിട്ട് മാറും. അതായത് ഇതിൻ്റെ മുകളിലൊരു ടോർക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് -QE + QE. നെറ്റ് ഫോഴ്സ് യൂണിഫോം ഫീൽഡിൽ എന്താണ്? 0 ആണ്. നെറ്റ് ഫോഴ്സ് F = എന്ത് കിട്ടും? +QE - QE 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ ആൻഡ് ആക്ട്സ് ഓൺ എ ടോർക്ക്. ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നു. ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതല്ലേ? ടോർക്ക് = എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാണ്? നമ്മൾ ഈ ലൈനിലേക്ക് വരച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏത് വരും? BC ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് എനി വൺ ഓഫ് ദി ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് എടുക്കുക, +QE - QE ഈസ് ദി ഫോഴ്സ്. അപ്പോൾ QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് BC അല്ലേ? ഫ്രം ഫിഗർ വാട്ട് ഇസ് BC? ഫിഗറിൽ നിന്ന് BCനെ നമുക്ക് എന്ത് കിട്ടും?
BC is equal to 2a sin theta. എങ്ങനെയാണ് കിട്ടിയേ? Sin theta is equal to what? Sin theta is equal to BC by AB. അല്ലേ? What is AB? AB is 2a. So BC is equal to 2a sin theta. അപ്പോൾ നമ്മൾ ടോർക്ക് എന്തായിട്ട് മാറി? QE into 2a sin theta. ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്. 2a ഇതാ, Q ഇതാ, ആരാ? ഡൈപോൾ മൊമെന്റ് P. അപ്പോൾ ടോർക്ക് is equal to PE sin theta. PE sin theta. P വെക്ടറാണ്, E വെക്ടറാണ്, ടോർക്കും വെക്ടർ അല്ലേ? ഇനി സൈൻ തീറ്റ ഇസ് ദി വെക്ടർ കമ്പോണൻറ്റ്. അപ്പോൾ ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? P ക്രോസ് E. ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? P ക്രോസ് E. ഇനി സൈൻ തീറ്റ മാക്സിമം വാല്യൂ എത്രയാ? 1. എപ്പോൾ? തീറ്റ ഈക്വൽ ടു 90 ആകുമ്പോൾ അല്ലേ? അപ്പോൾ മാക്സിമം ടോർക്ക് എന്താ വരിക? മാക്സിമം ടോർക്ക് PE. ഇനി സൈൻ തീറ്റ മിനിമം ആവുന്നത് എപ്പോഴാണ്? 0 ആണ്. അതായത് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കുമ്പോൾ? 0 ആവുമ്പോൾ. അപ്പോൾ ടോർക്ക് മിനിമം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഡൈപോൾ പെർപെൻഡിക്കുലറായിട്ട് അലൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം ടോർക്ക് കിട്ടുക. മിനിമം ടോർക്ക് പാരലൽ ആകുമ്പോഴും ആയിരിക്കും. തീറ്റ 90 ആകുമ്പോൾ മാക്സിമം കിട്ടും, തീറ്റ 0 ആകുമ്പോൾ മിനിമം കിട്ടും. ജനറൽ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക്? ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ടോർക്ക് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ. അപ്പം ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് 0 ബട്ട് ദർ ഇസ് എൻ എക്സ്റ്റേണൽ ടോർക്ക് ഉണ്ടാവും. ഇനി ഇതേ ഡൈപോളിനെ നമ്മൾ നോൺ യൂണിഫോം ഫീൽഡിൽ വെച്ചാൽ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആവില്ല. കാരണം ഈ രണ്ട് ഫോഴ്സും എന്താവില്ല? ഈക്വൽ ആവില്ല. അപ്പോൾ ഒന്ന് വലിയ ഫോഴ്സ് ആവും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആവില്ല, ടോർക്കും ഉണ്ടാവും. ഏതിലാവുമ്പോൾ? നോൺ യൂണിഫോം ഫീൽഡിലാകുമ്പോൾ. അപ്പോൾ നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ടോർക്കും ഉണ്ടാവും, ഫോഴ്സും ഉണ്ടാവും. യൂണിഫോം ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷെ ടോർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ ശരിക്കും പഠിക്കുക. ഡൈപോൾ ഇൻ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ദ നെറ്റ് ഫോഴ്സ് 0 ആൻഡ് ടോർക്ക് ഇസ് P ക്രോസ് E. ഇൻ നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ദർ ഇസ് ഡിഫറൻസ് ഇൻ ഫോഴ്സ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ടോർക്ക് ഇസ് ഓൾസോ ദർ. അപ്പോൾ ടോർക്കും ഉണ്ടാവും, നെറ്റ് ഫോഴ്സും ഉണ്ടാവും. എപ്പോഴാണ്? നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ. യൂണിഫോം ഫീൽഡിലാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് 2 ഡെറിവേഷൻ ഇലക്ട്രിക് ഫീൽഡിൽ ആക്സിയൽ ലൈനും പറഞ്ഞു, ഇക്വറ്റോറിയൽ ലൈനും പറഞ്ഞു. പിന്നെ ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ കൊണ്ടുവച്ചാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഡെറിവേഷനായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇക്വേഷൻ പഠിക്കുക. ഒപ്പം യൂണിഫോം ഫീൽഡിൽ ഫോഴ്സ് ഉണ്ടായിരിക്കുമോ ടോർക്ക് ഉണ്ടായിരിക്കുമോ അതേതാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. നോൺ യൂണിഫോം ഫീൽഡും യൂണിഫോം ഫീൽഡിലും ഇതിൻ്റെ ടോർക്കും ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം നമുക്ക് ഈ പാട്ടിൽ ഇത്രയും വെച്ച് നമുക്കിവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നോക്കേണ്ട ഭാഗങ്ങളാണ് ഇനിയുള്ളതൊക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുമാണ്. അതുകൊണ്ട് ചെയ്ത് പഠിക്കേണ്ടത് ചെയ്ത് തന്നെ പഠിക്കാം.